ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഇവിടെ ഈയൊരു ക്ഷേത്രസങ്കേതത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി ഭക്തിപൂർവം ശ്രീമദ് ഭാഗവതം സത്രം സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 24 വർഷങ്ങൾ തുടർച്ചയായി സപ്താഹങ്ങൾ നടന്നെന്നും അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ വർഷത്തെ സത്രമെന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. വളരെ വളരെ സന്തോഷം. എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല. ഇവിടെ ശ്രീമദ് ഭാഗവതത്തിലെ ഏതോ വിഷയം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിലേക്കൊന്നും കടക്കണില്ല. ധാരാളം പുരാണജ്ഞന്മാർ ഇവിടെ ഉണ്ട്, ഇനിയും വന്നു ചേരുന്നു. നമ്മൾ പൊതുവെ അങ്ങനെ ഉള്ളിൽ ശ്രീമദ് ഭാഗവതത്തിനുള്ളിലേക്ക് പോയിട്ട് അങ്ങനെ പറയാറില്ല. എന്താ പറഞ്ഞാൽ കുഴപ്പം എന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല, എന്നാൽ അങ്ങനെ അധികം പതിവില്ല. ഭാഗവതം ശ്രദ്ധയോടുകൂടി നമ്മൾ ശ്രവിക്കുമ്പോൾ വിവിധ ചരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെയൊക്കെ താത്പര്യം, അതിൻ്റെ മുഴുവൻ സാരം നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയുക എന്നുള്ളതാണ് മുഖ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നല്ല അനേകം പോഷക സമൃദ്ധമായ വിവിധ ഘടകങ്ങൾ ചേർന്ന ആഹാരം അകത്ത് ചെന്നാൽ അതിൻ്റെ പചനം, അനന്തരം ആകിരണം, ഇത് സംഭവിക്കുക. അതിൻ്റെ സാരം നമുക്ക് തേജസ്സും ഓജസ്സും നൽകുക. ഇതാണ് പ്രയോജനം. ഇതേപോലെ ശ്രീമദ് ഭാഗവതം അഥവാ മറ്റേതൊരു ഭക്തിശാസ്ത്രവും ഏതൊരു വേദാന്തശാസ്ത്രവും ധർമ്മബോധകമായ ശാസ്ത്രവും വിവിധ വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു മനസ്സിൽ, ഒരു ബുദ്ധിയിൽ അതിൻ്റെ സാരതത്വത്തെ ബോധിപ്പിക്കുക. ആ നിലയ്ക്ക് ഇവിടെ ശ്രവണം നടക്കുന്നു. ആ നിലയ്ക്ക് വേണം നമ്മൾ ശ്രവണം ചെയ്യേണ്ടത്. ഇത് പറയാൻ എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഉപക്രമാദി ലിംഗങ്ങളെ കൊണ്ട് ഏത് വിദ്യാർത്ഥിക്കാണോ
ശാസ്ത്ര താത്പര്യം ഗ്രഹിക്കാൻ കഴിയുന്നത്. അയാൾക്ക് അതിൽ നിന്ന് ഭിന്നമായതിനെയോ വിരുദ്ധമായതിനെയോ ക്ഷണനേരം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ താല്പര്യത്തെ ഗ്രഹിക്കാൻ കഴിയും. ഉപക്രമാദി ലിംഗങ്ങളെന്ന് പറയുമ്പോൾ ഉപക്രമവും ഉപസംഹാരവും, എന്തിൽ ആരംഭിച്ചു എന്നും എന്തിൽ അവസാനിപ്പിച്ചു എന്നും, അഭ്യാസം എന്താണ് മധ്യേ മധ്യേ ആവർത്തിക്കപ്പെട്ടത്, അപൂർവത ഈ ഒരു ഉപദേശ ഗ്രന്ഥത്തിലൂടെ എന്താണ് പുതുതായിട്ട് പറയപ്പെട്ട, പുതുതായിട്ട് നൽകപ്പെട്ട ആശയം. ആ ആശയത്തെ സമർത്ഥിക്കാൻ വേണ്ടി എന്തെല്ലാം കഥകൾ ദൃഷ്ടാന്തങ്ങളിലൂടെ നമ്മളെ കടത്തിവിട്ടിട്ടുണ്ട്. എങ്ങനെയൊക്കെ യുക്തി സമർത്ഥനം ചെയ്തിട്ടുണ്ട്. ഈ ലിംഗങ്ങളെ ശരിയായി ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കണം ഏതൊരു പഠനത്തിലും. ഇതെന്തിനിവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇതൊരു സത്രമാണ്. സത്രത്തിൽ പല വിദ്വാൻമാര് വന്ന് വിഷയാവതരണങ്ങൾ ചെയ്യും. ആ വിഷയാവതരണങ്ങൾ വളരെ ശ്രേഷ്ഠമായിരിക്കും, തത്വപ്രതിപാദനം ചെയ്യുന്നതായിരിക്കും. എന്നാൽ നമുക്കതിൻ്റെ സാരം ഗ്രഹിക്കാൻ കഴിയണം. അങ്ങനെ വരുമ്പോൾ സൂക്ഷ്മ തത്വം നമ്മളിൽ ഉറയ്ക്കും. ഇന്ന് നമ്മളെ സമൂഹത്തിൽ എത്രയാണ് സപ്താഹങ്ങൾ നടക്കണമെന്ന് കണക്കില്ല. ശുദ്ധമായി ശാസ്ത്രസിദ്ധമായ രീതിയിൽ, തത്വബോധകമായ രീതിയിൽ നടക്കുന്നവയുണ്ട്. അനേകം അത്യാചാരങ്ങളെ കൊണ്ട് ദുഷിപ്പിക്കുന്ന രീതികളും നമ്മളെ നാട്ടിലുണ്ട്. എന്തൊക്കെയാ കാണിച്ചു കൂട്ടണമെന്നറിയില്ല. സപ്താഹം എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയമാണ് സത്യം പറഞ്ഞാൽ. കാരണം ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുടെ സമന്വിതമായ പോഷണത്തിനാണ് ശ്രീമദ് ഭാഗവതം സപ്താഹം ആരംഭിക്കുന്നത്. അത് നമുക്കെല്ലാം അറിയാം. അതറിയുന്ന ഒരു സദസ്സാണ് ഇവിടെ ഇരിക്കുന്നത്. ഭക്തി മോക്ഷ സാധന സാമഗ്രികളിൽ ഏറ്റവും ശ്രേഷ്ഠവും ബഹുജന സുലഭവുമായ മാർഗം, പരമമായ തത്വജ്ഞാനം, അതിൻ്റെ നിഷ്ഠ നമുക്ക് കൈവരിക്കാൻ അവശ്യം വേണ്ടുന്ന വൈരാഗ്യം, ഈ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുടെ സമന്വിതമായ പോഷണം, അതൊന്നാണ് സപ്താഹം ആരംഭിക്കുന്നതിന് പിന്നിലുണ്ടായ കാരണം, അന്വേഷണം. ശ്രീമദ് ഭാഗവതം വേദസാരമായ ആസ്തിക ദർശനങ്ങളെ മുഴുവൻ തന്നെ നമുക്ക് പരിചയപ്പെടുത്തുന്ന, അതിൽ തന്നെ വേദാന്തത്തിൻ്റെ സാര സർവസ്വം ഉപദേശിക്കുന്ന, സാഖ്യത്തിൻ്റെയും യോഗത്തിൻ്റെയും ആശയങ്ങളിലൂടെ നമ്മളെ കടത്തിവിടുന്ന, ഒപ്പത്തിനൊപ്പം പറയട്ടെ പരിശുദ്ധമായ ഭക്തിയുടെ ഒരു പരമമായ ശാസ്ത്രം. അതാണ് ശ്രീമദ് ഭാഗവതം. പക്ഷേ കാലക്രമേണ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ വികാസത്തോടുകൂടെ ഭാഗവതത്തിന് പ്രസാരം വർദ്ധിച്ചു. വളരെ നല്ലതാണ്. അങ്ങനെ വരുമ്പോൾ ഗുണത്തോടൊപ്പം ചില ദോഷങ്ങളും സംഭവിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഈ കൂട്ടത്തിൽ ആരും തന്നെ കൊച്ചു മാവിൻ്റെ തയ്യിൽ ഇത്തിക്കണ്ണി കണ്ടിട്ടുണ്ടാവില്ല. മാവിൻ്റെ തയ്യിൽ ഇത്തിക്കണ്ണി കണ്ടവരുണ്ടോ?
ഉണ്ടാവില്ല. എന്നാൽ അത് വളർന്ന് വലുതായി പടർന്ന് പന്തലിച്ചാൽ ഇത്തിക്കണ്ണികൾ നിറയെ വരും. വന്നു കഴിഞ്ഞാലോ മാതൃവൃക്ഷത്തെ അടക്കം അത് ഉണക്കും, സ്വയം ഉണങ്ങും മുമ്പ്. ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, ഈ മാവിന്റെ ഇലയെയും ഇത്തിക്കണ്ണിയുടെ ഇലയെയും തിരിച്ചറിയാത്തൊരാള് പടർന്ന് പന്തലിച്ച് സകല ശാഖകളിലും വ്യാപിച്ച് ഇല നിൽക്കുന്നത് കാണുമ്പോൾ സന്തോഷിക്കും. നല്ല ആരോഗ്യമുള്ള മാവാട്ടോ, എത്ര ഇലയാ. ഇതുവരെ മാവ് കാണാത്ത ആളാണെങ്കിൽ, ഇതുവരെ മാവ് കണ്ടിട്ടില്ലാത്ത ഒരാളെ സംബന്ധിച്ച് നിറയെ കൊമ്പുകളിലും ശാഖകളിലും തൈത്തടിയിലും ഒക്കെ ഇല വ്യാപിച്ച് കിടക്കുന്നത് കാണുമ്പോൾ സന്തോഷം ഉണ്ടാവുക. എന്നാൽ മാവിന്റെ സ്വരൂപം അറിയുന്ന ആൾക്ക് ഇത് ഇത്തിക്കണ്ണിയാണ്, ഇത് പിഴുതു മാറ്റേണ്ടതാണ്, ഇതിനെ പിഴുതു മാറ്റാത്ത പക്ഷം ഈ മാവിനെ അടക്കം അത് ഉണക്കും എന്നുള്ള തിരിച്ചറിവുണ്ടാവും. ഈ വിധത്തിൽ വ്യാപനത്തോടുകൂടെ ഒട്ടധികം ദോഷങ്ങളും വന്നു ചേർന്നു എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. എവിടം വരെ എത്തി എന്നൊക്കെ ചോദിച്ചാൽ പറയാതിരിക്കണതാ ഭേദം. ഈ ദിവ്യമായ ഈ ഭക്തിയുടെ ശാസ്ത്രവിചാരത്തിന്റെ ശുദ്ധവാക്കുകൾ നടന്നൊരു സ്ഥലത്ത് അശുദ്ധമായ വാക്കുകളൊന്നും പ്രയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരുപാട് അത്യാചാരങ്ങൾ നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യപരിപാടികളുടെ പേരിൽ നടക്കുന്നു. ഒരു സ്ഥലത്ത് ചെന്നപ്പോ മണ്ണ് കുഴച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ അത് ഗോവർദ്ധനോദ്ധാരണത്തിന്റെ അന്ന് വിൽക്കാനാണത്രേ. ഞാൻ പറഞ്ഞു, ഞാനും വാങ്ങാം ഒരു കഷ്ണം. പക്ഷേ നിങ്ങൾ 7 ദിവസമൊന്നും വേണ്ട, ഒരു ദിവസം ഇതൊന്ന് പൊക്കി പിടിക്കണം, എന്നിട്ട് മതി. എന്തൊക്കെയാ നടക്കുന്നേ അറിയില്ല. ഇങ്ങനെ ധാരാളം ഇത്തിക്കണ്ണികൾ വ്യാപിക്കുകയാണ്. അവിടെയാണ് ഇങ്ങനെയുള്ള സത്രങ്ങളുടെ പ്രാധാന്യവും പ്രസക്തിയും. പൂർണ്ണമായി മൂലം പാരായണം ചെയ്യുന്നതോടൊപ്പം അനേകം ആചാര്യന്മാർ വന്ന് വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, ചർച്ചകൾ നടക്കുന്നു. അതിലൂടെ നമുക്ക് ശ്രീമദ് ഭാഗവതത്തിന്റെ താത്പര്യം ശരിയായ വിധത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നു. ഒരു പ്രാവശ്യം അത് ശരിയായി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ മറ്റാഭാസങ്ങളിൽ നമ്മൾ പെടില്ല. ഒരു പരിപാടി, സപ്താഹത്തിന്റെ ഒരു കാര്യക്രമം ഒരു സ്ഥലത്ത് സംഘടിപ്പിക്കാൻ പുറപ്പെട്ടപ്പോൾ, ചെറിയൊരു ക്ഷേത്രമാണ്, അവിടുത്തെ കാര്യങ്ങൾ തന്നെ കുറച്ച് കഷ്ടപ്പാടിലൊക്കെ മുന്നോട്ട് പോകുന്നൊരു ക്ഷേത്ര. അപ്പൊ അവിടെ ആ പ്രദേശത്ത് ആവശ്യമുള്ളതിനേക്കാൾ ഒരു 20-30 ഇരട്ടി ശക്തിയുള്ള സൗണ്ട് സിസ്റ്റം വേണമെന്നൊക്കെ പറയുകയും നരസിംഹാവതാരം വരുമ്പം പ്രത്യേക ചില വർണ്ണ പ്രഭയൊക്കെ സ്റ്റേജിൽ ഉണ്ടാവണം എന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞു. ഈ പാവങ്ങളൊക്കെ സംഘടിപ്പിച്ചു. എന്തിനാന്നൊന്നും മനസ്സിലായില്ല. നരസിംഹയുടെ അവതരിക്കലും ഒരൊറ്റ ചാട്ടാണ് സപ്താഹത്തില് ആചാര്യൻ കൂട്ടത്തിലേക്ക്. 2-3 പേര് ഞെട്ടിപ്പോയി എന്ന് മാത്രം പറയാമല്ലോ. എന്തൊക്കെയാ നടക്കുന്നത്? അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ശുദ്ധമായി ഭക്തിയുടെയും ജ്ഞാനത്തിന്റെയും വിരക്തിയുടെയും സമന്വിത ഭാവത്തെ നേടാൻ വേണ്ടി പ്രാർത്ഥനാപൂർവം ശ്രദ്ധാപൂർവം ചരിതങ്ങളിലൂടെ കടക്കുക, ഉപദേശങ്ങളിലൂടെ കടക്കുക. എന്നിട്ട് താത്പര്യം ഗ്രഹിക്കണം. താത്പര്യം എങ്ങനെയാ ഗ്രഹിക്കുക? താത്പര്യം ഗ്രഹിക്കാൻ പഠിക്കുക തന്നെ, വേറെ വഴിയൊന്നുമില്ല. ഷഡ്ലിംഗങ്ങളിലൂടെ പഠനം മനസ്സിലാക്കുക. അപ്പോഴാണ് ശ്രീമദ് ഭാഗവതം പരമമായ സത്യത്തെ നാം ധ്യാനിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഉപക്രമവും അതിൻ്റെ ഉപസംഹാരവും.
ഈ സത്യത്തെക്കുറിച്ചുള്ള നിരൂപണമാണ് അതിൻ്റെ അഭ്യാസം. സത്യപ്രതിപാദനം തന്നെയാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ അപൂർവതയും. ഈ സത്യപ്രതിപാദനത്തിന് ഉതകുന്ന കഥകളാണ്, ആഖ്യാനങ്ങളാണ് പറയപ്പെട്ടവ മുഴുവൻ. സത്യസമർത്ഥനമാണ് അതിലത്തെ യുക്തിയും. ഏത് നിലയ്ക്ക് നോക്കിയാലും സത്യസ്വരൂപനായ ഈശ്വരന്റെ വർണ്ണന. ആ ഈശ്വര അവബോധത്തിലോ എല്ലാ പരിമിതികളിൽ നിന്നും സ്വയം ഉയരുന്ന അനുഭവം. പരിമിതികളിൽ നമ്മൾ തളയ്ക്കപ്പെടുമ്പോൾ ആണെന്നും പെണ്ണെന്നും, സന്യാസിയെന്നും ഗൃഹസ്ഥനെന്നും, കറുത്തിട്ടെന്നും വെളുത്തിട്ടെന്നും, ഞാൻ ദുഃഖിയെന്നും പണ്ഡിതനെന്നും പാമരനെന്നും എന്ന് വേണ്ട വിവിധങ്ങളായ കൽപ്പനകളിൽ തന്നെ തളച്ച് അതിൻ്റെ പരിണാമമായിട്ട് ദുഃഖങ്ങളും രോഗങ്ങളും ഭയങ്ങളും മരണവും എല്ലാം തന്നിലേക്ക് അധ്യാരോപിച്ച് കഴിയുന്ന അവസ്ഥയിലാണ്. ഇതിൽ നിന്നെല്ലാം ഉയർന്ന് തൻ്റെ ആനന്ദ സ്വരൂപത്തിലേക്ക് സ്വയം എത്തിച്ചേരുക. എല്ലാ പരിമിതികൾക്കും ഉപരിയുള്ള ആ സ്വരൂപബോധത്തിൽ സ്വയം അമരുക. അതാണ് വാസ്തവത്തിൽ ശ്രീമദ് ഭാഗവതത്തിൻ്റെ പരമപ്രയോജനം. നോക്കൂ, ഭയമാകട്ടെ ദുഃഖമാകട്ടെ അനേക പ്രകാരത്തിൽ നമുക്കുണ്ടാവും. അതിനെ മുഴുവൻ ചേർത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെ മുഴുവൻ സമാവാഹിക്കുന്നതാണ് നമ്മൾ പറയാറുള്ള മരണഭയം. അതിലെല്ലാം അന്തർഭവിച്ചു. ഈ മരണത്തെ എങ്ങനെ അതിക്രമിക്കുന്നു? എങ്ങനെയാണ് മരണത്തെ അതിക്രമിക്കുന്നത്? എല്ലാ സന്ദേഹങ്ങളും ഒഴിഞ്ഞ് മരണത്തെ അതിക്രമിച്ച് സ്വയം അമൃതസ്വരൂപനായി തീരുന്ന ആ ഗതി, അതല്ലേ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കപ്പെട്ടിട്ടുള്ളത്? എന്നാലോചിച്ച് നോക്കൂ. സത്യവചസ്സായ ഒരാള് നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ, ഇന്നേക്ക് 7-ാം ദിവസം നിങ്ങൾ മരിക്കുന്നു. എന്താ ഉണ്ടാവുക? ഒരു കുട്ടി പറഞ്ഞ ആൾക്ക് തെറ്റുപറ്റും എന്നാണ്. ഒരു സപ്താഹോദ്ഘാടനത്തിന് പോയപ്പോൾ നമ്മൾ ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ സദസ്സിന്ന് മറുപടി പ്രതീക്ഷിച്ചല്ല ചോദിച്ചത്. അതൊരു പ്രഭാഷണ ശൈലിയാ. പക്ഷെ ഒരു കുട്ടി ചാടി എണീറ്റ് പറഞ്ഞ ആൾക്ക് തെറ്റും സ്വാമി. അതെങ്ങനെ കുട്ടാ? അപ്പൊ തന്നെ മരിക്കും പേടിച്ചിട്ട്. നമ്മൾ അമ്പലക്കാരോട് പറഞ്ഞു, കമ്മിറ്റിക്കാരോട് പറഞ്ഞു, ഈ കുട്ടിക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണം കേട്ടോ, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അവരൊരു ഷർട്ടും ട്രൗസേഴ്സൊക്കെ മേടിച്ചു കൊടുത്തു. ഇതാ സത്യം. ആ കുട്ടി പറഞ്ഞതാ ശരി. പക്ഷെ ഈ ഒരു അവസ്ഥയെ അഭിമുഖീകരിച്ച വ്യക്തി എങ്ങനെയുണ്ട് മരണത്തെ അതിക്രമിക്കാൻ എന്നുള്ള പ്രായോഗികമായ ചിന്തനത്തിലേക്കാണ് കടന്നത്. അത് സദ്വിചാരത്തിലൂടെ മാത്രമേ സാധിക്കൂ എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായി സത്സംഗമായി അനേക വക്താക്കള്, അനേക ശ്രോതാക്കള്. അങ്ങനെ സത്സംഗം മുന്നോട്ട് പോകുമ്പോഴാണ് ശുകബ്രഹ്മർഷിയുടെ വരവ്. വക്താവ് ഒന്ന് മാത്രം, ബാക്കിയെല്ലാം ശ്രോതാക്കൾ. ഒന്നിനു പിറകെ ഒന്നായി സംശയങ്ങൾ. എല്ലാ സംശയങ്ങൾക്കും ശ്രുതിസാരം എന്ന് പറയാവുന്ന മറുപടികൾ. വെറുതെ പറയണതല്ല. നിഗമകൽപ്പതരോർ ഗളിതം ഫലം എന്നൊക്കെ വെറുതെ പറയണതല്ല. ശ്രുതിസാരമായ മറുപടികൾ. എത്ര ശ്രുതിസാരപരമായ മറുപടി കേട്ടിട്ടും തൃപ്തി വരാതെ വീണ്ടും വീണ്ടും ഉള്ള ചോദ്യങ്ങൾ. അങ്ങനെ സ്കന്ധങ്ങളിലൂടെ ഉയർന്ന് കേവലം തത്വവിചാരം മാത്രം എന്ന് പറയാവുന്ന ഏകാദശവും കടന്ന് ഒടുവിലെത്തിയപ്പോഴോ ചോദ്യങ്ങളെല്ലാം നിലച്ച അവസ്ഥ.
ശ്രീമദ് ഭാഗവതത്തിലെ ഏറ്റവും സുന്ദരമായ ഭാഗമെന്ന് നമുക്ക് പറയാൻ തോന്നുന്നത് ചോദ്യങ്ങളെല്ലാം നിലച്ച അവസ്ഥയിലെത്തിയപ്പോൾ ഗുരുനാഥൻ അങ്ങോട്ടൊരു ചോദ്യം, ഇനി വല്ലതും ചോദിക്കാനുണ്ടോ? ഒന്നുമില്ല. ശിഷ്യാസ്തു ഛിന്ന സംശയാഹ എന്നുള്ള അവസ്ഥയിൽ സ്വയം വിരാജിക്കുന്ന സ്ഥിതി. അവിടെ പിന്നെ മരണമുണ്ടോ? അവിടെ മരണമില്ല. എത്ര കാലം വരെ നമ്മൾ ശരീരത്തോട് താതാത്മ്യപ്പെട്ട് കഴിയുന്നുണ്ടോ അത്രയും കാലം നമുക്ക് മരണം സുനിശ്ചിതമാണ്. എന്നാൽ ഈ ശരീരതാതാത്മ്യത്തിനുപരി തൻ്റെ പാരമാർത്ഥികമായ സ്വരൂപം അജമാണ്, ജന്മരഹിതമാണ്, അവ്യയമാണ്, നാശരഹിതമാണ് എന്ന ഉറച്ച ബോധത്തിൽ ഒരാൾ പ്രതിഷ്ഠിതനായാൽ അയാൾക്ക് മരണമില്ല, ഒരു പരിമിതിയുമില്ല. ആ ഭഗവത് സ്വരൂപമാണ് ഇവിടെ ലക്ഷ്യം. ആ ഭഗവത് സ്വരൂപത്തെ അനുഭവിക്കലാണ് പരമമായ ഭക്തി. അല്ലേ? സർവഭൂതങ്ങളിലും തൻ്റെ ഭഗവത് സ്വരൂപത്തെ ദർശിക്കുന്ന ഭാഗവതോത്തമന്റെ ചിത്രം നമുക്ക് ഭാഗവതത്തിലൂടെ സുവ്യക്തമാകുന്നു. ഭഗവാന്റെ ചിത്രമുണ്ട്, ഭാഗവതന്റെ ചിത്രമുണ്ട്. അവിടെ ഭേദങ്ങളെല്ലാം ഒഴിഞ്ഞു. അവിടെ ശ്രീമദ് ഭാഗവതം എന്ന പരമമായ വേദാന്ത ശാസ്ത്രം സർവചരാചരങ്ങളിലും ഏകമായ അദ്വയമായ സത്തയാണെന്നും അതുതന്നെയാണ് തൻ്റെ പാരമാർത്ഥിക സ്വരൂപമെന്നും അവിടെ ജനന മരണങ്ങളില്ല എന്നും സുസ്പഷ്ടമാക്കി. അതിനേതെല്ലാം ആഖ്യാനങ്ങളിലൂടെ നമ്മളെ കടത്തിവിട്ടു. ആചാര്യൻ എന്തെല്ലാം ഉപായങ്ങൾ പ്രയോഗിച്ചു ഒന്ന് നോക്കുന്നു, ശ്രദ്ധിച്ചു നോക്കുന്നു. ഇന്നിപ്പോ എത്രാം ദിവസം? 7-ാം ദിവസം. അപ്പൊ നമ്മൾ കടന്നു പോയത് എത്ര ആഖ്യാനങ്ങളിലൂടെ കടന്നുപോയി. പ്രാഥമിക തലത്തിൽ ധർമ്മത്തെ ബോധിപ്പിച്ച് ധർമ്മമൂർത്തികളുടെ ചരിതങ്ങളിലൂടെ നമ്മളെ കടത്തിവിട്ട് പരമമായ ഭക്തി, ആ പരമമായ ഭക്തിയിലേക്ക് വിധിവിധാനപരമായ അല്ലെങ്കിൽ അപരാഭക്തിയിലൂടെ ഗൗണീഭക്തിയിലൂടെ നമ്മൾ എത്തിച്ചേർന്ന് ലോക സംസ്ഥാപനം, ധർമ്മ സംസ്ഥാപനം എന്നുള്ള ലക്ഷ്യത്തിനായിക്കൊണ്ട് അനേകം അവതാര ചരിതങ്ങൾ പറയുമ്പോഴും എല്ലാത്തിലും ലക്ഷ്യം ഒന്ന് മാത്ര. ഒന്ന്, പരമമായ ഭക്തി നമ്മളിൽ വളർത്തുക. 2, തത്വവിചാരത്തിലൂടെ ഈശ്വര സ്വരൂപത്തിൽ ഉറപ്പിക്കുക. അത് ആവർത്തിച്ച് ചെയ്യുക. അങ്ങനെ നമ്മളിവിടെ ആചാര്യന്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ എന്താണോ ഉപക്രമമായി പറഞ്ഞ സത്യം പരം ധീമഹി, അതേ പരം സത്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക. ഇങ്ങനെ ജീവിതത്തെ കൃതാർത്ഥമാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണിത്. ജീവിതത്തെ കൃതാർത്ഥമാക്കി തീർക്കാനുള്ള പദ്ധതി. ആ നിലയ്ക്ക് ഇതിനെ ശ്രദ്ധയോടുകൂടി സ്വീകരിക്കുക. നമ്മൾ ശ്രീമദ് ഭാഗവതത്തിന്റെ ഉള്ളിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. വളരെ ചുരുങ്ങിയൊരു സമയം ഇതിവിടെ വരിക, ഒന്ന് ഇരിക്കുക. ശ്ലോകാനുശ്ലോകം പോയിട്ട് വ്യാഖ്യാനിക്കാനുള്ള സമയമില്ല, അതിനുള്ള സന്ദർഭമില്ല. ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ വരിക എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കാനുള്ളത് ഈ ഒന്ന് മാത്രമാണ്. ജീവിതത്തിൽ പരമമായ കൃതാർത്ഥതയിലേക്ക് ഉയരാൻ മറ്റെല്ലാം നമുക്ക് വേണം, വേണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷേ ഈയൊരു സത്യബോധം, തൻ്റെ പാരമാർത്ഥികമായ ബോധം, അതിൽ നമ്മൾ പ്രതിഷ്ഠിതരാവുക. എന്നാ ലോകത്തിലേത് തരത്തിലുള്ള മേഖലകളിൽ നമുക്ക് പ്രവർത്തിക്കാം. ലോകസംഗ്രഹാർത്ഥം അവനവൻ്റെതായ മേഖലകളിൽ ഏത് രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാം.
പക്ഷെ ആന്തരികമായി ഒരു സത്യത്തിൽ ഉറച്ച ഭാവം സമ്പാദിക്കണം. അതിനുള്ള മാർഗമാണ്. ഇവിടെ നമുക്ക് ഓരോ ആഖ്യാനം നോക്കിക്കോളൂ. ഏറ്റവും വിസ്തൃതമായി ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധാണല്ലോ വിസ്തൃതമായിട്ടുള്ളത്. ഭഗവാന്റെ എല്ലാ ലീലകളെയും പറയുന്നു. അവിടെ ഭാഗവതനായിട്ട് നമ്മളെ മുമ്പിൽ ശ്രീകൃഷ്ണൻ വിരാജിക്കുന്നു, ഭക്തനായിട്ട് ശ്രീകൃഷ്ണൻ വിരാജിക്കുന്നു, ഭഗവാനായിട്ടും വിരാജിക്കുന്നു. എല്ലാ ഭാവങ്ങളിലും അവിടെ ശ്രീകൃഷ്ണനെ അവതരിപ്പിച്ചു. എന്തെല്ലാം വേഷം കെട്ടി, ഏതെല്ലാം ഭാവങ്ങളിൽ ഭഗവാൻ കാണിച്ചു. ഒന്ന് ഓർത്തു നോക്കൂ, ദശമസ്കന്ധത്തിൽ എന്തൊക്കെ പറഞ്ഞു. ഏതേതെല്ലാം ധർമ്മ സംസ്ഥാപന പ്രവർത്തനങ്ങൾ ചെയ്തു. ആസുരിക ശക്തികളാൽ ഗ്രസിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് ധർമ്മ സംസ്ഥാപനം ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു കാണിച്ചു തന്നു. പക്ഷെ ഇതൊക്കെ എല്ലാ വേഷങ്ങളും ഭഗവാൻ കെട്ടുമ്പോഴും താൻ തന്നെയാ. താൻ ഒരിക്കലും മറ്റൊന്നായിട്ടില്ല, ഒന്നും മറ്റൊന്നാവുകയുമില്ല. ഇത് തത്വസാക്ഷാത്കാരത്തിലേക്ക് ഉയരുന്ന ഓരോ വിദ്വാനും ഇത് സാധിക്കും. അപ്പം നമ്മൾ എന്തെല്ലാം ഭാവങ്ങളിൽ ഈ ലോകത്തിൽ കഴിയുമ്പോഴും ഏതേത് കർമ്മങ്ങളെ ഏറ്റെടുത്ത് നടത്തുമ്പോഴും ഉള്ളം ഇളകാതെ ഒന്നിലുറച്ച് അപ്പോഴേ പുറമെ എന്തും ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് ഓരോരോ വേഷേ കെട്ടാൻ പറ്റൂ. അല്ലെങ്കിൽ ഏത് വേഷമാണോ ആ വേഷം മാത്രമായിരിക്കും. ഞാൻ പതിയാണ്, പതി തന്നെ, വേറെ ഒന്നുമില്ല. ഞാൻ പത്നിയാണെങ്കിൽ പത്നി തന്നെ, ഞാൻ സ്ത്രീയാണ്, ഞാൻ പുരുഷനാണ്, എന്താണോ അത് തന്നെ. എന്നാൽ ഏത് ഭാവത്തിൽ പുറമെ പെരുമാറുമ്പോഴും ആന്തരികമായ ഒരു നിഷ്ഠ. നോക്കൂ, ശ്രീരാമ അവതാരത്തിൽ നോക്കൂ. ഇത്രക്കേറെ ആസുരിക ശക്തികളെ ചുരുങ്ങിയ കാലം കൊണ്ട് വകവരുത്തിയ മറ്റേതെങ്കിലും ഒരു അവതാരഭാവം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലേ. 3.25 നാഴിക കൊണ്ടാണ് 14,000 പേരെ ശരിപ്പെടുത്തിയത്. അപ്പോ രാമരാവണ യുദ്ധത്തിൽ എത്ര പേരുണ്ടാവും? എന്നിട്ട് എന്താ ഭഗവാന്റെ പേരുകളിൽ ഒന്നെന്നറിയോ? അഹിംസക. വാൽമീകി ശ്രീരാമനെ വർണ്ണിക്കുന്ന കൂട്ടത്തിൽ അഹിംസകനാണ്. ശരി, ശ്രീകൃഷ്ണ ചരിത്രത്തിലൂടെ കടന്നു പോകൂ. ഭഗവാൻ 8 വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട്, ഇല്ലേ? 8 പത്നിമാരുണ്ട്. ഓരോ പത്നിയിലും തന്നെ 10 സന്താനങ്ങളും ഉണ്ട്. അപ്പൊ 80 സന്താനങ്ങളുണ്ട്. എന്നാൽ ശ്രീകൃഷ്ണന്റെ പേര് നിത്യ ബ്രഹ്മചാരിയാണ്. അതെങ്ങനെയാത്? ചിന്തിച്ചു നോക്കൂ. ഇത്രക്കേറെ പേരെ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി ഹിംസിച്ചാൽ അഹിംസകനാവുന്നത് എങ്ങനെ? ഇത്രക്കേറെ പത്നിമാരും സന്താനങ്ങളുള്ള ഒരാള് എങ്ങനെയാണ് നിത്യബ്രഹ്മചാരി ആവുന്നത്? ഇതാണ് പറഞ്ഞത്, തത്വനിഷ്ഠമായി ഏകതത്വത്തിൽ ഉറച്ചിരിക്കുന്നവൻ ലോകസംഗ്രഹാർത്ഥം ഏതേത് ഭാവങ്ങളിൽ പുറമെ വ്യാപരിച്ചാലും ചിലപ്പോ വിദ്വാനായിട്ടായിരിക്കും, ചിലപ്പോ ബാലനായിട്ടായിരിക്കും, ചിലപ്പോ ഭരണാധികാരിയുടെ റോളിലായിരിക്കും, ചിലപ്പോ ഗുരുവായിട്ട്, ചിലപ്പോ ശിഷ്യനായിട്ട്, ചിലപ്പോ ഉന്മത്തനെ പോലെ, ഭ്രാന്തനെ പോലെ, ചിലപ്പോ തീർത്തും ബാല്യത്തിൽ. ബാല്യം, ബാലഭാവം, ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഏത് ഭാവത്തിൽ നമ്മൾ വർത്തിക്കുമ്പോഴും ഏകസത്യത്തിൽ ഉറച്ച സ്ഥിതി. ഇതാണ് നമ്മുടെ മുമ്പിൽ വിശദമാക്കപ്പെട്ടിട്ടുള്ളത്. ഈയൊരു
തത്വത്തെ ഗ്രഹിക്കാൻ നമുക്ക് കഴിഞ്ഞോ? ഈ ജഗത്തിൽ, ഈ സംസാരത്തിൽ എന്തെന്ത് വേഷം കെട്ടി ആടിയാലും ഉള്ളുകൊണ്ട് ഇളക്കണ്ടാവില്ല. എന്തു ആടാൻ കഴിയും? ഉള്ളു ഇളകാതെ ആ ഒരു ഉള്ളടക്കം വന്നവരാവുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അതെ, ചിന്തിക്കുക. അങ്ങനെ വന്ന ആദ്യം പറഞ്ഞു ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുടെ പോഷണം, അതിലൂടെയുള്ള മുക്തി, അതവിടെ നിൽക്കട്ടെ. അതോടൊപ്പം ഈ തത്വത്തിൽ ഉറച്ച് ഏത് ഭാവത്തിലും വ്യവഹരിക്കാൻ കഴിയുന്ന വ്യവഹാര ശൈലി, ഇത് രണ്ടും ഒരുപോലെ നമുക്ക് പ്രദാനം ചെയ്യാണ് നിസ്സംശയം പറയാം ഇവിടെ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഇത്രയും ദിവസം നമ്മൾ സംബന്ധിച്ചു, വരും ദിവസങ്ങളിലും ശ്രദ്ധയോടുകൂടി ആചാര്യൻ്റെ കൂടെ സഞ്ചരിക്കുക എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഇവിടെ സത്രം എന്നുള്ളത് ഭാഗവത തത്വത്തെ ശരിക്ക് ഗ്രഹിക്കാൻ നമ്മെ സഹായിക്കുന്നതാണ്. അത് ഈ പറഞ്ഞ രീതിയിൽ ഉൾക്കൊള്ളുക, നമ്മൾ ഉൾക്കൊള്ളുക. അങ്ങനെ ഈ മേഖല തന്നെ ഒന്ന് ശുദ്ധീകരിക്കേണ്ടതും വ്യവഹാരത്തിൽ അനിവാര്യമാണ്. ഇല്ലെങ്കിൽ ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമ്പ്രദായം നേരെ വിപരീതമായിട്ട് അധപ്പതിക്കുന്നത്, കൂടുതലായിട്ട് അപചയം ഏറ്റുവാങ്ങുന്നത് നമ്മൾ അനുഭവിക്കും. അതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഏതായാലും ഇവിടെ വളരെ ശ്രദ്ധയോടെ ശാസ്ത്രീയമായിട്ട് പ്രതിപാദനം ചെയ്യുന്ന ആചാര്യന്മാരാണ് ഇവിടെ ഉള്ളത്. വളരെ വളരെ സന്തോഷം, വളരെ സന്തോഷം. ഇതാരൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്ന് അന്വേഷിച്ചപ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ടായി.